അൺപ്രഡിക്റ്റബിലിറ്റി MMA ഏറ്റവും ഇൻട്രസ്റ്റിങ്ങും അതേസമയം തന്നെ ഇൻറ്റിമിഡേറ്റിംഗും ആയിട്ടുള്ള ഒരു ആസ്പെക്ട്സിൽ ഒന്നാണ് അൺപ്രഡിക്റ്റബിലിറ്റി. കാര്യം ഒരു ഫൈറ്റ് എങ്ങനെ അവസാനിക്കും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഫിനിഷിലായിരിക്കാം, അല്ലെങ്കിൽ ഡിസിഷനിലായിരിക്കാം. ആ ഒരു ഫിനിഷ് തന്നെ പല രീതിയിലായിരിക്കാം. ഒന്നുകിൽ സബ്മിഷനായിരിക്കാം, KO ആയിരിക്കാം, അത് തന്നെ പല സമയത്തായിരിക്കാം. അതായത് എൻ്റയർ 5 റൗണ്ട് ഒരാൾ തന്നെ ഡോമിനേറ്റ് ചെയ്ത് നിന്നിട്ട് അവസാന നിമിഷം KO ആകപ്പെടുകയോ അല്ലെങ്കിൽ സബ്മിറ്റ് ആകപ്പെടുകയോ ചെയ്യാം. അതിനും ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് MMA ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറുന്നത്. അന്നേരം ഞാനിതോടെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പം നമ്മുടെ ചാനലിൽ കുറേ വീഡിയോസ് പ്രീ ഫൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആര് ജയിക്കും എന്നുള്ള രീതിയിൽ. ഇപ്പം ആസ്പിനൽ വേഴ്സസ് ജോൺ ജോൺസ്, പിന്നെ ഹംസ ചിമ്മായി വേഴ്സസ് DDP, പിന്നെ ഇസ്ലാം മകാശ വേഴ്സസ് ഇലിയ ടൊപുരിയ, അങ്ങനെ കുറേ വീഡിയോസ് ഞാൻ ആൾറെഡി ചെയ്തിട്ടുണ്ട്. അന്നേരം ഇതിൻ്റെ എല്ലാം ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, നമ്മൾ ഇനിഷ്യലി ഈ ഒരു വാർത്ത കേൾക്കുമ്പോഴത്തേക്ക്, അതായത് ഇന്ന ഫൈറ്റ് നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഇന്ന ഫൈറ്റ് ചിലപ്പോൾ നടന്നേക്കും എന്നുള്ള രീതിയിൽ ഒരു കാര്യം കേൾക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ മിക്കവാറും ഇന്ന ആൾ തന്നെ ജയിക്കും, അതും ഈ രീതിയിലായിരിക്കും എന്നൊരു ഇമേജ് നമ്മുടെ മനസ്സിൽ വരും. അത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നൊരു കാര്യമാണ്. പക്ഷേ പിന്നീട് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഇൻഡെപ്തായിട്ട് ആലോചിക്കുമ്പോൾ, മാത്രമല്ല പല ഫൈറ്റ്സും ഇരുന്ന് പഴയ ഫൈറ്റ്സൊക്കെ ഒന്നുകൂടെ ഇരുന്ന് റീവാച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെയും പല ഡൗട്ടുകളും വരും. അതായത് ശരിക്കും നമ്മുടെ ആ ഒരു മുൻധാരണ ശരിക്കും ശരിയായിരുന്നോ എന്നുള്ള രീതിയിലുള്ള പല ഡൗട്ട്സുകളും വരും. അതുപോലൊരു ഫൈറ്റാണ് ശരിക്കും ഈ ഒരു ഇലിയ ടൊപുരിയ വേഴ്സസ് ചാൾസ് ഒലിവേര. കാര്യം ഞാനൊരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് പഴയ ഫൈറ്റ്സ് നമ്മൾ കണ്ടു പറഞ്ഞ ഒരുപാട് ഫൈറ്റ്സ് വീണ്ടും ഇരുന്ന് കാണേണ്ടി വരും. ഇപ്പോൾ ഈ ഒരു കേസിലാണ് ഇലിയ ടൊപുരിയയുടെ ആണെങ്കിലും ചാൾസ് ഒലിവേരയുടെ ആണെങ്കിലും. ആ ഫൈറ്റ്സ് കാണുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടി കീനായിട്ട് ഒബ്സർവ് ചെയ്യുകയും ചെയ്യും. അതായത് കുറേ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ഒന്നുകൂടി ഇരുന്ന് ശ്രദ്ധിക്കും. അന്നേരത്തേക്ക് നമുക്ക് ഇതുപോലെ പല ധാരണകളും മാറും. അതായത് പല മുൻധാരണകളും നമ്മൾ പല കാര്യങ്ങളും മറന്നു പോയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ കൂടെ സ്റ്റഡിയൊക്കെ നടത്തുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും ഈസിലി ജയിക്കും എന്ന് കരുതിയിരുന്ന ആൾ പോലും ശരിക്കും തോക്കാനാണ് ചാൻസ് കൂടുതൽ എന്ന് പലപ്പോഴും നമുക്ക് തോന്നും. അതുപോലൊരു ഫൈറ്റാണ് ശരിക്കും ഈ ഒരു ഇലിയ ടൊപുരിയ വേഴ്സസ് ചാൾസ് ഒലിവേര. കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലെ ഈ ഒരു ചാൾസ് ഒലിവേര വേഴ്സസ് ഇലിയ ടൊപുരിയെ കുറിച്ച് ഒന്ന് മെൻഷൻ ചെയ്തു പോയായിരുന്നു. അതിന് നിങ്ങൾ ഒരുപാട് പേരും കരുതുന്ന പോലെ തന്നെ ഞാനും പെട്ടെന്ന് കരുതി മിക്കവാറും ഇലിയ ടൊപുരിയ ചാൾസ് ഒലിവേര KO ചെയ്യും. കാര്യം ഒലിവേര ഭയങ്കര ഹിറ്റബിളാണ്, ഇലിയ ടൊപുരിയ ഇത്രയും വലിയൊരു പവർ പഞ്ചറാണ്. പക്ഷേ പിന്നീട് ഒരുപാട് കാര്യങ്ങളും ഇതുപോലെ ഇങ്ങനെ അനലൈസ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് കുറച്ച് പ്രശ്നമാണ്. മാത്രമല്ല ഈ ഒരു ഫൈറ്റ് കുറേയൊക്കെ 50-50 ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു ഫൈറ്റ് എന്തുകൊണ്ട് ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആവുന്നു, അല്ലെങ്കിൽ ഈ ഒരു ഇത്രയും ആൾക്കാർ എന്തുകൊണ്ട് ഈ ഒരു ഫൈറ്റിലേക്ക് ശ്രദ്ധിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒബ്വിയസ്ലി ഇലിയ ടൊപുരിയയുടെ ലൈറ്റ് വെയിറ്റ് എൻട്രി. ഇലിയ ടൊപുരിയ ആദ്യമായിട്ടല്ല UFC ലൈറ്റ് വെയിറ്റിൽ ഫൈറ്റ് ചെയ്യുന്നത്. ഇലിയ ടൊപുരിയ മുമ്പും ലൈറ്റ് വെയിറ്റിൽ ഒന്ന് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് UFC-ലും. അത് മറ്റേ ജോയ് ഹാർബർട്ടിലുള്ള ഫൈറ്റ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇസ്ലാം മകാശ വേഴ്സസ് ഇലിയ ടൊപുരിയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഫൈറ്റ് ഇനിയും നടന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് കാണാൻ ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ പോയി കാണാം കേട്ടോ. അത് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ പിൻഡ് കമൻറ്റിലോ കൊടുത്തേക്കാം. അതിനകത്തേക്ക് ഞാൻ ഇലിയ ടൊപുരിയയുടെ പഴയ കുറേ ഫൈറ്റ്സിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഈ ഒരു ഇലിയ ടൊപുരിയ ഫെദർ വെയിറ്റ് ടൈറ്റിൽ കിട്ടി അത് വെക്കേറ്റ് ചെയ്ത ശേഷമുള്ള ഒഫീഷ്യൽ ലൈറ്റ് വെയിറ്റ് എൻട്രി. അതുകൊണ്ടാണ് ഈ ഒരു ഫൈറ്റ് ഇത്രയും അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്നത്. ഈ ഒരു ഫൈറ്റിൽ ശരിക്കും ഇലിയ ടൊപുരിയ ജയിക്കുമോ അതോ ഒലിവേര ജയിക്കുമോ? എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ആര് ജയിക്കണമെന്നാണ് ആഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ, ഒബ്വിയസ്ലി ഇലിയാണ്. കാര്യം ഒലിവേര KO ആയിക്കഴിഞ്ഞാൽ സങ്കടം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇലിയ ടൊപുരിയ വേഴ്സസ് ഇസ്ലാം മകാശ ഫൈറ്റ് ഇപ്പോഴും മനസ്സിൽ കിടപ്പുണ്ട്. ആ ഒരു ഫൈറ്റ് ഇനിയും ഓഫ് ആയിട്ടില്ല, ഇനിയും അതിന് സാധ്യതയുണ്ട് എന്നൊരു കാര്യം മനസ്സിൽ കിടപ്പുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇലിയ ടൊപുരിയ ഒലിവേരയെ തോപ്പിച്ച് ചാമ്പ്യൻ ആവുന്നു. അതുപോലെ തന്നെ ഇസ്ലാം മകാശ JDM-നെ തോപ്പിച്ച് ചാമ്പ്യൻ ആവുന്നു. അങ്ങനെ രണ്ടുപേരും ചാമ്പ്യനായിട്ട് നിൽക്കുമ്പോൾ തന്നെ വീണ്ടും ഇമ്മീഡിയറ്റ്ലി ആ ഒരു ഫൈറ്റിനെ കുറിച്ചുള്ള സംസാരം ഓണാവും. എഗെയിൻ ആ ഒരു ഫൈറ്റ് നടക്കാനുള്ള ചാൻസും കൂടുകയാണ്. അതൊക്കെ കൊണ്ട് തന്നെ എന്തായാലും ഇലിയ ടൊപുരിയ ജയിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. ജയിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ബട്ട് എങ്കിലും ഒരുപാട് പോസിബിലിറ്റീസ് വേറെയുണ്ട്. അത് ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, എനിക്കുള്ള കുറച്ച് കൺസേൺസ്, അതായത് ഞാൻ കൂടുതൽ ഈ ഒരു ഇലിയ ടൊപുരിയയുടെ സൈഡിൽ നിന്നായിരിക്കും ചിന്തിക്കുന്നത്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഒബ്വിയസ്ലി ഇലിയ ടൊപുരിയ ജയിക്കണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറേക്കുറെ ആ ഒരു സൈഡിൽ നിന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്ക് പലപ്പോഴും പല കൺസേണിങ് ഫാക്ടേഴ്സും ഉണ്ട്. എന്നാലും ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അത് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ആ ഒരു ഇലിയ ടൊപുരിയ ശരിക്കും ഇത്രയൊരു അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് ആ ഒരു നോക്കൗട്ട് പവർ കൊണ്ടാണല്ലോ. പക്ഷേ ഈ ഇലിയ ടൊപുരിയയുടെ ആ ഒരു നോക്കൗട്ട് പവർ ലൈറ്റ് വെയിറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് സെയിം പവർ തന്നെ കാണുമോ? ആ ഒരു പവർ ലൈറ്റ് വെയിറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ആവുമോ എന്നൊരു കൺസേൺ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു ലൈറ്റർ വെയിറ്റ് ക്ലാസ്സുകളിൽ ശരിക്കും പവർ പഞ്ചേഴ്സ് വളരെ കുറവാണ്. ഇപ്പോൾ ഫ്ലൈ വെയിറ്റുകളുടെ ഫൈറ്റൊക്കെയാണ് മിക്കവാറും എല്ലാ ഫൈറ്റുകളും 5 റൗണ്ട് പോകും. കാരണം ആ ഒരു നോക്കൗട്ട് പവർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ലൈറ്റർ വെയിറ്റ് ക്ലാസ്സുകളിൽ വളരെ റയറാണ്. അങ്ങനെ KO പവർ ഉള്ളവർ കുറവാണ്. ഇപ്പം ഇലിയ ടൊപുരിയ ഉണ്ട്, അതുപോലെ ജോഷ് അമിറ്റൊക്കെ ഉണ്ട്. അല്ലാതെ ആൾക്കാർ വളരെ കുറവാണ്. നമ്മളിപ്പം ഫെദർ വെയിറ്റ് ഗോട്ടുകളായിട്ടുള്ള മാക്സ് ഹോളോവേ നോക്കുകയാണെങ്കിലും വോൾക്കനോസ്കി നോക്കുകയാണെങ്കിലും ഹോസ്റ്റൽഡോ നോക്കുകയാണെങ്കിലും ഇവർക്കെന്ന് പറഞ്ഞാൽ KO പവർ ഒന്നും ഇല്ലല്ലോ. അവരൊക്കെ ശരിക്കും വോളിയം സ്ട്രൈക്കേഴ്സ് ആണല്ലോ. ഈ ഒരു KO പവർ ഉള്ളത് കൊണ്ടാണ് ഇത്രയും ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. ഈ ഒരു KO പവർ ശരിക്കും ലൈറ്റ് വെയിറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ട്രാൻസ്ലേറ്റ് ആവും എന്നുള്ള പേടി പലർക്കും ഉണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ലൈറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇലിയ ടൊപുരിയ ശരിക്കും ലൈറ്റ് വെയിറ്റിലാണെങ്കിൽ പോലും ശരിക്കും ഇലിയ ടൊപുരിയയുടെ പ്രോപ്പർ വെയിറ്റ് ക്ലാസ് ആണ് ലൈറ്റ് വെയിറ്റ്. ഇലിയ ടൊപുരിയ ശരിക്കും ഒരു സ്മോളർ ലൈറ്റ് വെയിറ്റും കൂടെയാണ്. പക്ഷേ ശരിക്കും ലൈറ്റ് വെയിറ്റിൽ കളിക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന 170+ അല്ലെങ്കിൽ 180+ വെയിറ്റ് ഉള്ള ആൾക്കാരാണ് ശരിക്കും വെയിറ്റ് കട്ട് ചെയ്തിട്ട് വന്ന് ലൈറ്റ് വെയിറ്റിൽ ഫൈറ്റ് ചെയ്യുന്നത്.
മനസ്സിലായില്ല. അതുകൊണ്ട് ഹ്യൂജ് ആൾക്കാരാണ്. അല്ല അതുകൊണ്ട് തന്നെ ഹയർ വെയിറ്റ് ക്ലാസ്സുകാർ എന്നുള്ള രീതിയിൽ ഡാമേജ് അബ്സോർബ് ചെയ്യാനുള്ള കഴിവും കൂടുതലായിരിക്കും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇലിയ ടൊപ്പുരയും ചാൾസ് ഒലിവെരയും കൂടെ ഫൈറ്റ് ചെയ്യാണ്. ഇലിയ ടൊപ്പുരയും ചാൾസ് ഒലിവെരയ്ക്ക് നല്ലൊരു ഹിറ്റ് കൊടുത്തു ചിന്നിൽ. പക്ഷേ അത്രയും നല്ല ഹിറ്റ് കിട്ടിയിട്ടും ചാൾസ് ഒലിവെര വീണില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. കാരണം സെയിം അതാണ് ആൾക്കാർക്ക് ഒരു കൺസേൺ എന്ന് പറയുമ്പോഴത്തേക്ക്. പക്ഷേ അതൊരു വലിയ കൺസേൺ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇലിയ ടൊപ്പുര ശരിക്കും ഒരു സ്പെഷ്യൽ ഗായിയാണ്. കാര്യം ഇലിയ ടൊപ്പുര ഇപ്പം ഒരു ലെസർ വെയിറ്റ് ക്ലാസ് ആളാണെങ്കിലും ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം പറയാം. ഇപ്പം മറ്റേ ഹോറെ മാസിവിഡാനിലെ പഴയൊരു വീഡിയോ ഉണ്ട്. എനിക്കൊന്ന് 2022 എന്തോ ഉള്ളൊരു വീഡിയോ ആണ്. അതിനകത്തിൽ പുള്ളിക്കാർ ഇതിൽ പറയുന്നുണ്ട്, പുതിയൊരു ആൾ ഫെദർ വെയിറ്റിലോട്ട് വന്നിട്ടുണ്ട്, ഇലിയ ടൊപ്പുര എന്നാണ് പേര്. എൻ്റെ ഒരു ഫ്രണ്ടാണ്. പുള്ളിക്കാരന് ഭയങ്കര കെയോ പോറ, അതായത് ഈ പറയുന്ന ഫെദർ വെയിറ്റ് ആണെങ്കിൽ പോലും വെൽട്ടർ വെയിറ്റുകളുടെ കൂട്ടാണ് ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഹോറെ മാസിവിഡാനിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഭയങ്കര ഡെൻസാണ്, ബോണാണെങ്കിലും മസിൽസ് ആണെങ്കിലും ഭയങ്കര ഡെൻസാണ്. അതുകൊണ്ട് തന്നെ ഈ വെൽട്ടർ വെയിറ്റുകളുടെ കൂട്ടാണ് പഞ്ച് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അല്ല അതുകൊണ്ട് തന്നെ ഇലിയ ടൊപ്പുര ശരിക്കും ഭയങ്കര എക്സ്ട്രീംലി ഗിഫ്റ്റഡ് ഗൈയാണ്. അതുകൊണ്ട് തന്നെ അത്രയും ഒരു കെയോ പോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നേരം ഇത് ശരിക്കും ലൈവ് വെയിറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇലിയ ടൊപ്പുരയ്ക്ക് ബെനിഫിഷ്യൽ ആവുന്നതാണ്. അതായത് ഇപ്പം ഫെദർ വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇലിയ ടൊപ്പുര ശരിക്കും ഒരു 180 അറൗണ്ട് വെയിറ്റ് ഉള്ള ആളാണ്. 180 to 190 എന്നൊക്കെ പറയുന്നുണ്ട്. 190 ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഒരു 180 ഒക്കെ വെയിറ്റ് ഉള്ള ആളാണ് ഇലിയ ടൊപ്പുര. അതുകൊണ്ട് തന്നെ ഇപ്പം 145 വന്ന് മത്സരിക്കുമ്പോഴത്തേക്ക് അത്രയും വലിയ ഹ്യൂജ് വെയിറ്റ് കട്ട് നടത്തിയിട്ടാണ് 145 വന്ന് മത്സരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരുപാട് കോംപ്രമൈസുകൾ നടത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫെദർ വെയിറ്റിൽ ഇലിയ ടൊപ്പുര ശരിക്കുള്ള നോക്ക് ഓഫ് പവറിൻ്റെ ഒരു 70% പവറൊക്കെ എടുക്കാൻ പറ്റുന്നുള്ളൂ. അത് ലൈവ് വെയിറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഇലിയ ടൊപ്പുരയ്ക്ക് അത്രയും ഒരു വെയിറ്റ് കട്ടിൻ്റെ ഇഷ്യൂ അവിടെ വരത്തില്ല. അതുകൊണ്ട് മാത്രമല്ല ഇലിയ ടൊപ്പുര കുറച്ചുകൂടെ മസിൽ പാക്ക് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ശരിക്കും എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കെയോ പവർ ശരിക്കും നന്നായിട്ട് ഇൻക്രീസ് ആവും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇലിയ ടൊപ്പുര അതുകൊണ്ടാണ് പറഞ്ഞത്, അതായത് ലൈവ് വെയിറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പവറാണ്, അതുകൊണ്ടാണ് ഞാൻ ഒറ്റ ഇടിക്ക്, അതായത് ചിന്നി തന്നെ കൊള്ളണ്ട, വെറുതെ തലയ്ക്ക് കൊണ്ടു കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ ഉറങ്ങും എന്നുള്ള രീതിയിൽ ഇലിയ ടൊപ്പുര പറഞ്ഞതും അതുകൊണ്ടാണ്. മാത്രമല്ല ഹയർ വെയിറ്റ് ക്ലാസ് ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ മസിൽ പാക്ക് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഫെദർ വെയിറ്റിൽ ഒരു 70% പവറിലായിരുന്നു ഇലിയ ടൊപ്പുര ഇടിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ 100% എടുത്ത് ഇലിയ ടൊപ്പുരയ്ക്ക് ഇടിക്കാൻ ലൈവ് വെയിറ്റിൽ പറ്റും. അതുകൊണ്ട് തന്നെ ആ ഒരു കെയോ പവർ ഇൻക്രീസ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്കൊരു കൺസേണിങ് ഫാക്ടറായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലിയ ടൊപ്പുരയും ഇലിയ ടൊപ്പുരയുടെ കോച്ചുകളും കൂടെ തമ്മിൽ സ്പ്ലിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് വഴക്കോ കാര്യങ്ങളൊന്നുമല്ല, 2 സ്ഥലത്താണ് താമസിക്കുന്നത് എന്നൊക്കെയുള്ള പേരിൽ ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ചില്ല. ഇപ്പം കോച്ചുകൾ ഇലിയ ടൊപ്പുരയുടെ കൂടെ ഇല്ല. അത് ശരിക്കും ചെറിയൊരു കൺസേണിങ് ഫാക്ടർ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, പലർക്കും തോന്നുന്നുണ്ട്. കാര്യം ഇതുപോലെ പലരും ട്വിറ്ററിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അതായത് ഈ ഒരു ലൈറ്റ് വെയിറ്റ് എൻട്രിയും കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു എന്നുള്ള രീതിയിൽ. അതായത് ഇത് ശരിക്കും ഇലിയ ടൊപ്പുര അഫക്റ്റ് ചെയ്യുമോ എന്നുള്ള രീതിയിൽ പലർക്കും കൺസേൺ ഉണ്ട്. പക്ഷേ ഇതും എനിക്കതൊരു വലിയ കൺസേൺ ആയിട്ട് തോന്നുന്നില്ല. പ്രധാന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇലിയ ടൊപ്പുരയുടെ ചേട്ടനുണ്ടല്ലോ, മറ്റേ അലഹാൻഡ്രോ ടൊപ്പുര ഇപ്പോഴും ഇലിയ ടൊപ്പുരയുടെ കൂടെ തന്നെയുണ്ട്. ഇലിയ ടൊപ്പുരയുടെ പ്രധാന കോച്ചുകളിൽ ഒരാൾ അലഹാൻഡ്രോ ടൊപ്പുരയാണ്. അതായത് ഇലിയ ടൊപ്പുരയുടെ കരിയറിന് വേണ്ടിയിട്ട് സ്വന്തം കരിയർ സാക്രിഫൈസ് ചെയ്ത ആളാണ് അലഹാൻഡ്രോ ടൊപ്പുര. ഇപ്പോൾ റീസെൻ്റ്ലി UFC ഒരു ഫസ്റ്റ് മാച്ച് കഴിഞ്ഞു, മറ്റേ വോൾക്കോസ്കിയുടെ ടീമിലുള്ള മറ്റേ തിക്നെസ് എന്ന് പറയുന്ന പുള്ളിയായിട്ട്. അതിലിപ്പം അലഹാൻഡ്രോ ടൊപ്പുര ജയിച്ചു. മിക്കവാറും ഭാവിയിൽ മറ്റേ നമ്മുടെ ഉമറുമായിട്ടൊരു ഫൈറ്റൊക്കെ മിക്കവാറും വന്നേക്കും. എക്സ്ട്രീംലി ടാലൻറ്റഡ് ആണ് പുള്ളിക്കാരൻ, എന്തായാലും നോട്ട് ചെയ്ത് വെച്ചേക്ക്. ഈ അലഹാൻഡ്രോ ടൊപ്പുര ഇപ്പോഴും ഇലിയ ടൊപ്പുരയുടെ കൂടെയുണ്ട്. ഇത് ശരിക്കും ഇലിയ ടൊപ്പുര വലിയ കാര്യത്തിൽ അതുകൊണ്ട് ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ അലഹാൻഡ്രോ ടൊപ്പുര നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മതി. ഇലിയ ടൊപ്പുര മുമ്പ് റയൻ ഹാൾ എന്ന് പറയുന്നൊരു പുള്ളിക്കാരനായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. ഈ റയൻ ഹാൾ എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും എക്സ്ട്രീം ജിറ്റ്സുൻ്റെ ആളാണ്. പുള്ളിക്കാരൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഡേഞ്ചറസ് ആ കാര്യം. ഒരു ഹോൾഡ് കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി വിടത്തില്ല. ആ രീതിയിൽ വളരെ വിയേർഡ് സ്റ്റൈലിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ് റയൻ ഹാൾ. ഈ റയൻ ഹാളായിട്ടുള്ള ഫൈറ്റിന് മുമ്പ് ഇലിയ ടൊപ്പുരയെ ട്രെയിൻ ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് ഇലിയ ടൊപ്പുരയുടെ ബ്രദറായിട്ടുള്ള അലഹാൻഡ്രോ ടൊപ്പുരയാണ്. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ പറ്റുമെങ്കിൽ ഇവിടെ കാണിക്കാം. അതിനകത്തിൽ ഈ റയൻ ഹാളിനെ കറക്റ്റ് മിമിക് ചെയ്തുകൊണ്ട് ഇലിയ ടൊപ്പുരയെ ട്രെയിൻ ചെയ്യുന്ന അലഹാൻഡ്രോ ടൊപ്പുര നമുക്ക് കാണാൻ പറ്റും. കറക്റ്റ് റയൻ ഹാൾ എന്തൊക്കെയാണോ കേജി കിടന്ന് കാണിക്കുന്നത് എക്സാക്റ്റ് അതേ കാര്യങ്ങൾ മിമിക് ചെയ്തുകൊണ്ട് അവിടെ ആക്ട് ചെയ്യുന്ന അലഹാൻഡ്രോ ടൊപ്പുര നമുക്ക് കാണാൻ പറ്റും. അതിന് അത്രയും ബ്രില്യൻ്റ് ആയിട്ടൊരു കോച്ചാണ് അലഹാൻഡ്രോ ടൊപ്പുര. അതൊക്കെ കൊണ്ട് തന്നെ ശരിക്കും ഈ ചേട്ടച്ചാർ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഇലിയ ടൊപ്പുരയെ വലിയ കാര്യത്തിൽ ബാധിക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, ഈ ഒരു കോച്ചുകളായിട്ടുള്ള സ്പ്ലിറ്റ്. കാരണം അതുകൊണ്ടും ഇലിയ ടൊപ്പുര തൽക്കാലത്തേക്ക് സേഫാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു കാർഡിയോയുടെ ഒരു ഇഷ്യൂ വരുമെന്ന് എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഹയർ വെയിറ്റ് ക്ലാസ്സിലോട്ട് പോകുമ്പോഴത്തേക്ക് കുറേ കൂടെ മസിൽ പാക്ക് ചെയ്യുമല്ലോ. ഈ മസിൽ കൂടുതൽ വരുമ്പോൾ തന്നെ കൂടുതൽ ഓക്സിജൻ വേണമല്ലോ. അതുകൊണ്ട് തന്നെ കൂടുതൽ പെട്ടെന്ന് ടയേർഡ് ആവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒലിവേരയ്ക്ക് 5 റൗണ്ട് എക്സ്പീരിയൻസ് ഒക്കെ നന്നായിട്ടുണ്ട് ലൈവ് വെയിറ്റിൽ. പക്ഷേ ഇലിയ ടൊപ്പുരയ്ക്ക് ശരിക്കും കാർഡിയോ നന്നായിട്ടുണ്ട്. പക്ഷേ അത് ശരിക്കും കാർഡിയോ നന്നായിട്ട് മാനേജ് ചെയ്തത് കൊണ്ടാണ്. അതായത് ഇലിയ ടൊപ്പുരയ്ക്ക് കെയർലെസ് ആയിട്ട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും കാർഡിയോ ഇഷ്യൂ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് കാരണം മറ്റേ യൂസഫ് സലാലുമായിട്ടുള്ള മാച്ചിൽ ഇലിയ ടൊപ്പുര ഇതുപോലെ ആ ഒരു 3rd റൗണ്ട് ആക്കി ആയപ്പോഴത്തേക്ക് കുഴഞ്ഞായിട്ട് നമുക്ക് കണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇലിയ ടൊപ്പുര നേരെ എടുത്ത് റെസ്ൽ ചെയ്യാൻ പോയതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇലിയ ടൊപ്പുര കൂടുതലും ആ ഒരു സ്ട്രൈക്കിങ്ങിലാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആ ഒരു റെസ്ലിംഗ് എടുത്തിട്ട് ചുമ്മാ ആ ഒരു കാർഡിയോ കളയാതിരിക്കാൻ വേണ്ടിയിട്ട്. അന്നേരം അതുകൊണ്ട് തന്നെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലിയ ടൊപ്പുരയ്ക്ക് കാർഡിയോ ഇഷ്യൂ തീരെ ഇല്ലെന്നല്ല, നല്ല കാർഡിയോ തന്നെയുണ്ട്. പക്ഷേ എങ്കിലും അന്നേരം നേരെ ചൊവ്വേ യൂസ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമായേക്കാവുന്നൊരു ഇഷ്യൂ
ഇലിയട്ടപ്പയുടെ കാർഡിയൊക്കെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം കുറച്ചുകൂടെ മസിലൊക്കെ പാക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ലേറ്റർ റൗണ്ട്സിൽ കുറേ കൂടെ ഇഷ്യൂ ആവുമോ എന്ന് ചെറിയൊരു പേടിയും കൂടി എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇലിയട്ടപ്പുരയുടെ കാർഡിയോ ലൈവ് വെയിറ്റിൽ എങ്ങനെയായിരിക്കും എന്ന് ചെറിയൊരു ഡൗട്ട് എനിക്കുണ്ട്. അത് വലിയ കാര്യത്തിൽ ഇഷ്യൂ കാണില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് എങ്കിലും അത് ചെറിയൊരു കൺസേൺ ആണ്. പിന്നീട് നമ്മൾ ഈ ഒലിവേരയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഒലിവേര ശരിക്കും ഇലിയട്ടപ്പുരയ്ക്ക് നല്ല ഡേഞ്ചറസ് ഒരു മാച്ചപ്പ് തന്നെയാണ്. അതായത് ഇലിയട്ടപ്പുരയെ KO ചെയ്യാൻ പറ്റിയൊരു ഒപ്പണൻ്റ് ആണ്, ബട്ട് എങ്കിലും അതൊരു ഡേഞ്ചറസ് മാച്ചപ്പാണ്. പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നു പറയുമ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരുടെയും ഫൈറ്റിംഗ് സ്റ്റൈലുണ്ടല്ലോ, അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രഷർ കൊടുക്കുന്ന ആൾക്കാരാണ്. ഇലിയട്ടപ്പുരയുടെ പ്രീവിയസ് ഫൈറ്റ്സ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ മതി, പ്രഷർ ചെയ്ത് അവസാനം ആ ഒരു കേജിൻ്റെ അവിടെ കൊണ്ടെത്തി ട്രാപ്പ് ചെയ്തിട്ട് അവസാനം KO ചെയ്യും. ഈ രീതിയിലാണ് മിക്കവാറും ഇലിയട്ടപ്പുര KO കണ്ടെത്തുന്നതെല്ലാം. മറ്റേ ജയ് ഹെർബർട്ടിനെ ആണെങ്കിലും അതുപോലെ തന്നെ മാക്സ് ഹോളോവേ ആണെങ്കിലും അതുപോലെ വോൾക്കനോസ്കി ആണെങ്കിലും എല്ലാവരെയും ആ ഒരു കേജിൻ്റെ അവിടെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അതിന് കാര്യം പറയുമ്പോഴത്തേക്ക് ഭയങ്കര പ്രഷറാണ് ഇലിയട്ടപ്പുര കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാർ എപ്പോഴും ബാക്ക് ഫുട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. ഈ പറയുന്ന ഒലിവേരയും ഏറെക്കുറെ ആൾക്കാരെ ബാക്ക് ഫുട്ടിൽ നിർത്തുന്ന ആൾ തന്നെയാണ്, അതായത് പ്രഷർ നന്നായിട്ട് കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ശരിക്കും ആ ഒരു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രഷർ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഇവിടെ നല്ല രസമായിരിക്കുന്നത് കാണാൻ, ആരായിരിക്കും കൂടുതൽ പ്രഷർ കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ. മാത്രമല്ല എനിക്കിവിടെ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലിയട്ടപ്പുര ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത രീതിയിലുള്ളൊരു റീച്ച് ആൻഡ് അഡ്വാൻറ്റേജ് ഒലിവേരയ്ക്ക് ഒരുപക്ഷെ കണ്ടേക്കാം. അതിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ജയ് ഹെർബർട്ടിന് നല്ല റീച്ചുണ്ട്, പക്ഷേ എങ്കിലും അത് കുറേ അത് ജയ് ഹെർബർട്ടാണ്. ഓക്കെ, അത് ഈ പറയുന്ന ഒലിവേരയുടെ കൂട്ടൊരു ഫൈറ്ററൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു റീച്ച് കുറച്ചുകൂടി ഇഷ്യൂ ആയേക്കാന്നൊരു തോന്നൽ എനിക്കുണ്ട്. ഇപ്പോൾ ഈ ഒലിവേര ഫൈറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഈ ഒരു മാക്സ് ഹോളോവേ ഫൈറ്റ് ശരിക്കും ഇലിയട്ടപ്പുരയ്ക്ക് നല്ലൊരു ട്രെയിനിങ് ആയിരുന്നു. കാര്യം ഇത്രയും ഒരു റീച്ചുമായിട്ടൊരു കുറേ കൂടെ യൂസ്ഡ് ആയിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന ഹാൻഡിൻ്റെ റീച്ചിൻ്റെ കാര്യത്തിലാണെങ്കിൽ മാക്സ് ഹോളോവേക്കാളും റീച്ച് ഉണ്ട് ഒലിവേരയ്ക്ക്. അതുകൊണ്ട് തന്നെ ആ ഒരു നല്ല ഡിസ്റ്റൻസിൽ നിർത്തി, അതായത് ഇലിയട്ടപ്പുരയെ അടുപ്പിക്കാൻ പറ്റത്തില്ല. ഇലിയട്ടപ്പുരയെ ഒരു സർട്ടൻ ഡിസ്റ്റൻസിൽ നിർത്തി ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരുപാട് അടുപ്പിച്ച് കഴിഞ്ഞാൽ ആ ഒരു പോക്കറ്റ് റേഞ്ചിൽ ഇലിയട്ടപ്പുര എക്സ്ട്രീംലി ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് തന്നെ ഒലിവേരയ്ക്ക് ശരിക്കും ഇലിയട്ടപ്പുരയെ ഡിസ്റ്റൻസിൽ നിർത്തി ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുമാത്രമല്ല, ഇലിയട്ടപ്പുരയ്ക്ക് അടുക്കാൻ പറ്റിയില്ലെങ്കിൽ കുറച്ചൊരു ഇഷ്യൂ അല്ലേ. ഇപ്പം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ തന്നെ മറ്റേ മാക്സ് ഹോളോവേ വേഴ്സസ് ഇലിയട്ടപ്പുര ഫൈറ്റിൽ മാക്സ് ഹോളോവേ നന്നായിട്ട് ഒബ്ലിക്കൊക്കെ ചെയ്തിട്ട് ഇലിയട്ടപ്പുര ആ ഒരു ഡിസ്റ്റൻസിൽ നിർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും ട്രിക്സ് ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ഡിസ്റ്റൻസിൽ ഈ ഇലിയട്ടപ്പുരയെ നിർത്തിയിട്ട് അതിനും ഈ പറയുന്ന ഇലിയട്ടപ്പുരയെ ഫിഗർ ഔട്ട് ചെയ്യാൻ ഒലിവേരയ്ക്ക് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. മാത്രമല്ല, നമ്മളിവിടെ ഈ ഒരു ഇലിയട്ടപ്പുരയുടെ KO പവറിനെ കുറിച്ച് നന്നായിട്ട് പറയുന്നുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും ഒലിവേരെ ആ ഒരു സബ്മിഷൻ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു BJJ എക്സ്പെർട്ട് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ചാൾസ് ഒലിവേരയ്ക്ക് നല്ല ഒന്നാം തരം KO പവറുണ്ട്. ഇപ്പം മറ്റേ ചാൻഡലറിനെ ആണെങ്കിലും അതുപോലെ തന്നെ മറ്റേ ജസ്റ്റിൻ ഗേജി ആണെങ്കിലും ഇവരെയൊക്കെ ഹിറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒലിവേരയ്ക്ക് നല്ല KO പവറുണ്ട്. നമ്മുടെ ജസ്റ്റിൻ ഗേജി തന്നെ ഒരു വീഡിയോയിൽ പറയുന്നേക്കാം, അതായത് ഒലിവേരയുടെ ഹിറ്റ് കൊണ്ടപ്പോഴത്തേക്ക് ശരിക്കും ഇതുപോലത്തെ ഹിറ്റ് മുമ്പ് കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ, അതായത് ആ ഹിറ്റ് കിട്ടിയപ്പോഴത്തേക്ക് നേരെ നാക്ക് കുഴഞ്ഞു പോയെന്നുള്ള രീതിയിൽ ജസ്റ്റിൻ ഗേജി പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം എത്രയോ ഹിറ്റുകൾ ജസ്റ്റിൻ ഗേജി കിട്ടിയിട്ടുണ്ട്, പക്ഷേ ജസ്റ്റിൻ ഗേജി ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത രീതിയിലാണ് ഒലിവേര ഹിറ്റ് ചെയ്തതെന്നാണ് ജസ്റ്റിൻ ഗേജി പറയുന്നത്. കാരണം ആ രീതിയിൽ നല്ല നോക്കൗട്ട് പവറുള്ള ആളാണ് ഒലിവേര. അതുകൊണ്ട് തന്നെ ഇലിയട്ടപ്പുര ശരിക്കും KO ചെയ്യാൻ ഒലിവേരയ്ക്ക് നല്ലൊരു ചാൻസ് ഉണ്ട്. മാത്രമല്ല, ഈ പറയുന്ന ഒലിവേര ശരിക്കും നല്ല റീച്ചും ഹൈറ്റും ഒക്കെ അഡ്വാൻറ്റേജ് ഉള്ള ആളാണ്. അതായത് ഇപ്പം നമ്മൾ ലൈറ്റ് വെയിറ്റിൽ നോക്കുകയാണെങ്കിൽ ഇസ്ലാം മക്കാശ ഒരു ഹ്യൂജ് ലൈറ്റ് വെയിറ്റ് ആണ് നമുക്കറിയാം. പക്ഷേ ഈ പറയുന്ന ഫിസിക്കാലിറ്റിയിൽ അല്ലെങ്കിൽ ആ ഒരു ഓവറോൾ ഫ്രെയിമിൽ മക്കാച്ചേവിൻ്റെ സൈസിനൊപ്പം പിടിക്കുന്ന ആൾക്കാർ വളരെ റെയറാണ്. പക്ഷേ ഒലിവേര ഏറെക്കുറെ മക്കാച്ചേവിൻ്റെ സൈസ് തന്നെയായിരുന്നു. കാരണം ആ രീതിയിൽ സൈസും സ്റ്റേച്ചറും എല്ലാം ഉള്ള ആളാണ് ഒലിവേര. ആ കാര്യങ്ങൾ ഒലിവേരയ്ക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മാത്രമല്ല, ഇലിയട്ടപ്പുര ചെറിയൊരു ഷോർട്ട് ആൻഡ് സ്റ്റോക്കി കൈയല്ലേ. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ പറയുന്ന ഒലിവേരയുടെ ആ ഒരു തായ് ക്ലിഞ്ചൊക്കെ ഇല്ലേ, അതായത് ഇപ്പം ഒരു ക്ലോസ് റേഞ്ച് വരുമെന്ന് വെച്ചോ, നേരെ ആ ഒരു ക്ലിഞ്ചിൽ പിടിച്ചിട്ട് നേരെ നീ വെച്ച് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഒലിവേരയ്ക്ക് നന്നായിട്ട് നീ ചെയ്യാൻ അറിയാമല്ലോ. ഈ പറയുന്ന ഒലിവേര ഒരു നീ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇലിയട്ടപ്പുരയുടെ മുഖത്ത് ലാൻഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാര്യം ഇലിയട്ടപ്പുര ചെറുതായതുകൊണ്ട് തന്നെ മുഖത്ത് ഇതുപോലെ നീ ലാൻഡ് ചെയ്യാനും നല്ല ചാൻസ് ഉണ്ട്. ആ ഒരു ലെങ്തിൻ്റെ യൂസ് ഒലിവേര നന്നായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇലിയട്ടപ്പുരയുടെ മേളിൽ നല്ലൊരു ത്രെറ്റ് ആയിരിക്കും ചാൾസ് ഒലിവേര. അതുകൊണ്ട് തന്നെ ചാൾസ് ഒലിവേര ശരിക്കും ഇലിയട്ടപ്പുരയെ സബ്മിറ്റ് ചെയ്യുമെന്നുള്ളതിനേക്കാളും എനിക്ക് പേടി ഇലിയട്ടപ്പുരയെ നോക്കൗട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിലാണ്. കാര്യം ആ ഒരു ഇലിയട്ടപ്പുരയുടെ ഒരു വീക്ക്നെസ് എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ഹെഡ് കിക്കിൻ്റെ കാര്യം നമ്മൾ കണ്ടിട്ടുള്ളൂ. മറ്റേ ജയ് ഹെർബർട്ട് ആണെങ്കിലും അതിന് മുമ്പ് UFC വരുന്നതിന് മുമ്പ് വേറൊരാളെ വിട്ടും ആ ഒരു ഹെഡ് കിക്കിൽ ഇലിയട്ടപ്പുര വീണ് എണ്ണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പം ഇവർ തമ്മിലുള്ള കുറേ സിമിലാരിറ്റീസ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ആ ഒരു പ്രഷർ ഫൈറ്റിങ്ങിൻ്റെ രീതിയിലാണെങ്കിലും ആ ഒരു ചിൻ്റെ റിക്കവറിയിലാണെങ്കിലും ഇലിയട്ടപ്പുര 2 വട്ടം ഓവളായിട്ട് വീണിട്ടുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഇലിയട്ടപ്പുര റിക്കവർ ആയിട്ടുണ്ട്. ഒലിവേരയുടെ കാര്യത്തിലും അതുപോലെയാണ്. കാര്യം ഒലിവേര ഹിറ്റ് കൊണ്ട് വീഴും, പക്ഷേ ആ ഒരു റിക്കവറി പെട്ടെന്നുണ്ട്. റിക്കവർ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒലിവേര ഡേഞ്ചറസ് ആണ്. ആ ഒരു രീതിയിൽ മാത്രമല്ല, ഇപ്പം ഇലിയട്ടപ്പുരയ്ക്ക് ചാൾസ് ഒലിവേര തോൽപ്പിക്കാനുള്ളൊരു ബെസ്റ്റ് ചാൻസ് എങ്ങനെയാണെന്ന് ഞാൻ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ചാൾസ് ഒലിവേര ഉണ്ടല്ലോ, ഇപ്പോൾ ചാൾസ് ഒലിവേരായിട്ട് ഇപ്പം നമ്മുടെ ജസ്റ്റിൻ ഗേജായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, ഡസ്റ്റിൻ പോറിയായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, ഇസ്ലാം മക്കാച്ചോയായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരായിട്ടൊക്കെ ഫൈറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, എല്ലാ ഫൈറ്റിലും ചാൾസ് ഒലിവേര വീഴും. എങ്ങനെയെങ്കിലും ഹിറ്റ് കിട്ടി ചാൾസ് ഒലിവേര വീഴും. പക്ഷേ ഇസ്ലാം മക്കാച്ചോ മാത്രമേ ഈ ചാൾസ് ഒലിവേര തോൽപ്പിച്ചുള്ളൂ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അപ്പോൾ ചാൾസ് ഒലിവേര നേരെ ആ ഒരു ഹിറ്റ് കിട്ടി ഒന്ന് വോബിൾ ആകുമ്പോഴത്തേക്ക് നേരെ മലന്ന് കിടന്ന ആ ജുജിത്സു പൊസിഷനിലേക്ക് പോകുന്നതാണ്. അന്നേരം ആ ഒരു ഗാർഡ് പാസ് ചെയ്യാൻ എല്ലാവർക്കും പറ്റത്തില്ല. കാരണം ഗ്രൗണ്ടിൽ ചാൾസ് ഒലിവേര ഇത്രയും വലിയൊരു എക്സ്പെർട്ട് ആയതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ചാൾസ് ഒലിവേരയുടെ കൂടെ ഗ്രൗണ്ടിൽ പോകാൻ ഭയങ്കര മടിയാണ്. സബ്മിറ്റ് ചെയ്യുക. കാര്യം ആ ഒരു പൊസിഷനിൽ ചാൾസ് ഒലിവേര എക്സ്ട്രീംലി ഡേഞ്ചറസാണ്. പക്ഷേ ഇസ്ലാം മഹാശേവ് മാത്രമേ ഉള്ളൂ ഗ്രൗണ്ടിൽ ആ ചാൾസ് ഒലിവേര ഫോളോ ചെയ്തത്. ഇപ്പം ഡസ്റ്റിൻ ബോയർ ആണെങ്കിലും ജസ്റ്റിൻ ഗേച്ചിങ് ആണെങ്കിലും കൂടെ ഫോളോ ചെയ്യാൻ പേടിയായിരുന്നു. കാര്യം ചാൾസ് ഒലിവേര പിടിച്ച് സബ്മിറ്റ് ചെയ്ത് കളയും. പക്ഷേ ആ ഒരു ഗാർഡ് പാസ് ചെയ്യാൻ ഇസ്ലാം മഹാശേവ് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇപ്പം നേരെ അങ്ങോട്ട് വീണ പാടെ ചുരുട്ടി കൂട്ടി നേരെ അടിയിലോട്ട് പോയി നേരെ പിടിച്ചു സബ്മിറ്റ് ചെയ്തു. ആ ഒരു സംഭവം ആകെ ഇസ്ലാം മഹാശേവിന് മാത്രമേ അറിയത്തുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇലിയട്ടപ്പുരയുടെ കാര്യത്തിലാണെങ്കിൽ ഇലിയട്ടപ്പുര ഇതുപോലെ തന്നെ നല്ലൊരു ഗ്രൗണ്ട് എക്സ്പെർട്ടാണ്. ഇലിയട്ടപ്പുര എല്ലാവരും ശരിക്കും മറന്നു. ഈ പറഞ്ഞ കെയോസ് എല്ലാം കൂടെ കാരണം തന്നെ ഇലിയട്ടപ്പുര ഒരു ലെജിറ്റ് BJJ ബ്ലാക്ക് ബെൽറ്റ് ആണെന്നും അതുപോലെ തന്നെ ഒരു സൂപ്പർ റെസ്ലർ ആയിരുന്നെന്നും, അതായത് ശരിക്കും ബേസിക്കലി ഒരു ഗ്രാപ്ലിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളാണെന്നും കംഫർട്ടബിളി എല്ലാവരും മറന്നുപോയി. അതിന് അതുകൊണ്ട് തന്നെ ഇപ്പം ശരിക്കും ഇസ്ലാം മഹാശേവ് ചെയ്ത സെയിം കാര്യം ഇലിയട്ടപ്പുരയ്ക്കും ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പം ഓക്കെ ചാൾസ് ഒലിവേര നന്നായിട്ട് തന്നെ ആ ഗാർഡ് വെച്ചിട്ടൊക്കെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷേ എന്തെങ്കിലും ഒരു മണ്ടത്തരം ചാൾസ് ഒലിവേര എന്തെങ്കിലും കാണിക്കും. കാരണം എല്ലാ ഫൈറ്റിലും എങ്ങനെയെങ്കിലുമൊക്കെ ചാൾസ് ഒലിവേരയ്ക്ക് ഒരു ഹിറ്റ് കിട്ടും. ഇപ്പം മഹാശേട്ടുള്ള ഫൈറ്റിലാണെങ്കിൽ തന്നെ ആ ഒരു ചുമ്മാ, അതായത് ആ ഒരു റേഞ്ചിൽ പോലും അല്ലാതെ വരുന്ന സമയത്ത് ചുമ്മാ ചാടി ഒരു നീക്ക് ശ്രമിച്ചു, നേരെ വന്ന് ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഇസ്ലാം മഹാശേവ് ക്രാക്ക് ചെയ്തു, അങ്ങനെ പോയി ഒലിവേര വീണു, അങ്ങനെ പിടിച്ച് സബ്മിറ്റ് ചെയ്തു. അതാണ് സംഭവം നടന്നത്. അതുപോലെ തന്നെ ഇലിയട്ടപ്പുരയായിട്ടുള്ള ഫൈറ്റിൽ ശരിക്കും ചാൾസ് ഒലിവേര ഇതുപോലെ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇലിയട്ടപ്പുര ക്യാപിറ്റലൈസ് ചെയ്യും. മാത്രമല്ല ഇപ്പോൾ ശരിക്കും ചാൾസ് ഒലിവേരയ്ക്കെന്നല്ല ആർക്കാണെങ്കിലും ഇലിയട്ടപ്പുരയ്ക്കെതിരെ ഒരു ചാൻസ് വേണമെങ്കിൽ ശരിക്കും ആ ഒരു ഫസ്റ്റ് റൗണ്ടിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മതി. ഇപ്പോൾ ഇലിയട്ടപ്പുര റൗണ്ട്സ് ജയിക്കാനല്ല നോക്കുന്നത്, ഇലിയട്ടപ്പുര മാച്ചസ് ഫിനിഷ് ചെയ്യാനാണ് നോക്കുന്നത്. ഒന്നുകിൽ സബ്മിഷനോ അല്ലെങ്കിൽ KO, എങ്ങനെയെങ്കിലും ആ മാച്ച് ഫിനിഷ് ചെയ്യാനാണ് നോക്കുന്നത്. കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ആ ഒരു ഫസ്റ്റ് റൗണ്ടിൽ ഇലിയട്ടപ്പുര നന്നായിട്ട് ആൾക്കാരെ പഠിക്കും. കാര്യം ആ ഫസ്റ്റ് റൗണ്ട് പലപ്പോഴും ഇപ്പം നമ്മൾ നോക്കിക്കഴിയുകയാണെങ്കിൽ ഇപ്പം മാക്സ് ഹോളോവായിട്ടുള്ള ഫൈറ്റിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ജഡ്ജ് ഇതുപോലെ മാക്സ് ഹോളോയ്ക്ക് കൊടുത്തത്. പക്ഷേ എങ്കിലും നമുക്ക് വേണമെങ്കിൽ ആ ഒരു റൗണ്ട് മാക്സ് ഹോളോയ്ക്ക് കൊടുക്കാം എന്നുള്ള രീതിയിലായിരുന്നു. അന്നേരം അതുപോലെ തന്നെ വോൾക്കനോസ്കിയുള്ള ഫൈറ്റും ഫസ്റ്റ് റൗണ്ട് വായിക്കുന്ന വോൾക്കനോസ്കിയാണ്. അന്നേരം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മതി, ആ ഒരു 2 റൗണ്ടും ഇലിയട്ടപ്പുര ഏറെക്കുറെ തോറ്റു. ആ 2 റൗണ്ട് പോയി ഇലിയട്ടപ്പുരയുടെ കയ്യിൽ നിന്ന്. പക്ഷേ ഇലിയട്ടപ്പുര യാതൊരു കുലുക്കമില്ല. കാര്യം ആ ഒരു ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും ആ ഒരു സ്റ്റൈലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇലിയട്ടപ്പുര എടുക്കുന്ന സമയമാണ്. മാക്സ് ഹോളോയുടെ ഒബ്ലിക്കിക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും വോൾക്കനോസ്കിയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം കൊണ്ടും ഇലിയട്ടപ്പുര ആ ഒരു എന്താ പറയുന്നത്, ഇപ്പം ആ ഒരു ഡാറ്റ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സമയമാണ്. അതായത് കറക്റ്റില്ല, അടുത്ത റൗണ്ടുകളിലേക്ക് വേണ്ടുന്ന ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു ഇലിയട്ടപ്പുര നിൽക്കുന്നതൊക്കെ. അന്നേരം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മതി, ഇപ്പം ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോഴത്തേക്ക് ഞാൻ നിനക്ക് വെച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ഇലിയട്ടപ്പുര ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നത് കാണാം. അതിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോഴത്തേക്ക് ഇലിയട്ടപ്പുര കംപ്ലീറ്റ് അതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ആവും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അടിപൊളി ഗെയിം പ്ലാനുമായിട്ടായിരിക്കും ഇലിയട്ടപ്പുര വരുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും ആ ഒരു ഫസ്റ്റ് റൗണ്ടിന് ശേഷം നമ്മൾ പലരും ഈ പറയുന്ന ഹംസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റേ മൈക്കൽ ചാൻഡലറിൻ്റെ കാര്യത്തിലാണെങ്കിലും ആ ഒരു മോസ്റ്റ് ഡേഞ്ചറസ് ഫസ്റ്റ് റൗണ്ട് ഫൈറ്റേഴ്സ് നമ്മൾ പറയത്തില്ലേ, ഫസ്റ്റ് റൗണ്ടിൽ ഇവർ കാണിക്കുന്ന ഭീകരമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയത്തില്ലേ. ഇവിടെ ഇലിയട്ടപ്പുരയുടെ കാര്യത്തിൽ ഞാൻ നോക്കിയെടുത്തോളം നേരെ ഓപ്പോസിറ്റാണ്. കാര്യം ഫസ്റ്റ് റൗണ്ടിൽ ഇലിയട്ടപ്പുരയെ തോൽപ്പിക്കാൻ ശരിക്കും കമ്പാരിറ്റീവ്ലി ഈസിയാണ്. കാര്യം ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇലിയട്ടപ്പുരയെ പിടിച്ചാൽ കിടത്തില്ല. കാര്യം ഇലിയട്ടപ്പുര അത്രയും ഭയങ്കര ഒരു നേരെ ഒബ്സർവ് ചെയ്തിട്ട് ആ ഒരു പ്രഷറുമായിട്ടാണെങ്കിലും എല്ലാം കൊണ്ടും നന്നായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടായിരിക്കും ആ ഒരു സെക്കൻഡ് റൗണ്ടിലേക്ക് വരുന്നത്. സെക്കൻഡ് റൗണ്ട് ഇലിയട്ടപ്പുര എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങോട്ട് പിന്നെ എക്സ്ട്രീംലി ഡേഞ്ചറസാണ്. കാര്യം പിന്നീട് അങ്ങോട്ട് ഇലിയട്ടപ്പുരയെ പിടിച്ചാൽ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഒലിവേരയ്ക്ക് ശരിക്കും എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ ശരിക്കും ഫസ്റ്റ് റൗണ്ടിൽ ഇലിയട്ടപ്പുരയെ KO ചെയ്യാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു റേഞ്ച് ആയിട്ടാണെങ്കിലും അതുപോലെ തന്നെ ആ ഒരു മൊത്തത്തിൽ ചാൾസ് ഒലിവേരയുടെ ഫിസിക്കാലിറ്റി ആയിട്ടാണെങ്കിലും ഇലിയട്ടപ്പുരയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ എന്തായാലും ഒരു റൗണ്ട് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ചുമ്മാ ആദ്യമേക്കൊരു മണ്ടത്തരം കാണിക്കത്തില്ല. അതുകൊണ്ട് ആ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ എന്തായാലും ഇലിയട്ടപ്പുര സമയം എടുക്കും. കാരണം ചാൾസ് ഒലിവേരയ്ക്ക് വേണമെങ്കിൽ ശരിക്കും എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശരിക്കും തോപ്പിക്കാൻ അല്ലെങ്കിൽ KO ചെയ്യാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ എനിക്ക് ഫസ്റ്റ് റൗണ്ടിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫസ്റ്റ് റൗണ്ടിൽ നേരെ പോയിട്ട് ഇതുപോലെ ആ ഒരു റേഞ്ച് വെച്ച് കളിച്ചിട്ട് എങ്ങനെയും നോക്കൗട്ട് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന മോയ് തായ് ക്ലീൻ ചെയ്തിട്ട് നേരെ ഈ പറയുന്ന നീ ചെയ്യാൻ നോക്കുക. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ശരിക്കും ഒലിവേരയ്ക്ക് നല്ല ചാൻസ് ഉണ്ട്. മാത്രമല്ല ഇലിയട്ടപ്പുരയുടെ ചെറിയ വീക്ക്നെസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു പോക്കറ്റ് റേഞ്ചിൽ നിന്ന് ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇലിയട്ടപ്പുര ഭയങ്കര വൈൽഡായിട്ട് ഹിറ്റ് ചെയ്യും. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങോട്ട് ഡാമേജ് എടുത്ത് തിരിച്ച് ഹിറ്റ് ചെയ്യും. അതായത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മതി, ഇപ്പം തിരിച്ച് ഇങ്ങോട്ട് ഇടി കൊള്ളുന്നുണ്ടായിരിക്കും, പക്ഷേ ഇലിയട്ടപ്പുര അത് കെയർ ചെയ്തില്ല. അതായത് നിങ്ങൾ ഓരോ മാച്ച് കഴിയുമ്പോഴും ഇപ്പം ഈ മറ്റേ ഇസ്ലാം ആകാശുണ്ട്, ഇപ്പം നമ്മുടെ ബാക്കി നമ്മുടെ ഡസ്റ്റിൻ ബോയർ ഫൈറ്റ് വിട്ടേക്ക്, ഡസ്റ്റിൻ ബോയറും അലക്സാണ്ടർ വോൾക്കനോസ്കി ഫസ്റ്റ് ഫൈറ്റും വിട്ടേക്ക്, ബാക്കി എല്ലാ ഫൈറ്റിലും ഇസ്ലാം ആകാശം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഫ്രഷാണ്. മനസ്സിലായില്ലേ? കാരണം ആ ഒരു രീതിയിലുള്ള ഫ്രഷ്നെസ് ഇലിയട്ടപ്പുരയുടെ ഫൈറ്റ് കഴിഞ്ഞാൽ നമുക്ക് കാണത്തില്ല. കാര്യം ഇലിയട്ടപ്പുര നന്നായിട്ട് മുഖത്ത് ഡാമേജ് കാണാൻ പറ്റും. ഇപ്പം വോൾക്കനോസ്കി ഫൈറ്റ് കഴിഞ്ഞിട്ടാണെങ്കിലും മാക്സ് ഹോളോയ് ഫൈറ്റ് കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മതി, ആ ഒരു ഡാമേജ് മുഖത്ത് കാണാൻ പറ്റും. അതിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും കാരണം ഇങ്ങോട്ട് ഡാമേജ് കിട്ടിയാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും അവനെ തീർക്കണം എന്നുള്ള രീതിയിലാണ് ഇലിയട്ടപ്പുര ഹിറ്റ് ചെയ്യുന്നത്.
അന്നേരം ആ ഒരു ഡാമേജ് എടുക്കുള്ളൊരു ആ ഒരു സംഭവം എന്തെങ്കിലും ബാക്ക് ഫെയർ ചെയ്യുമെന്നാണ് എനിക്ക് ചെറിയൊരു തോന്നലുണ്ട്. കാര്യം ആ ഒരു എക്സ്ചേഞ്ചുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് എപ്പോഴെങ്കിലും ഒരു എൽബോ വന്ന് വീഴുകയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ആ ഒരു കുറച്ചുകൂടി റേഞ്ചിലാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ഹിറ്റ് വന്ന് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലിട്ടിപ്പോൾ ഒരു KO ആവാൻ അല്ലെങ്കിൽ ഒന്ന് ഓബിൾ ആവാൻ ചാൻസ് ഉണ്ടെന്നായിട്ട് എനിക്ക് ചെറുതായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഹെഡ് കിക്കിൻ്റെ കാര്യമാണെങ്കിൽ ഒലിവേര അത്ര വ്യാപകമായിട്ട് അങ്ങനെ ഹെഡ് കിക്ക് ചെയ്യുന്നതും കണ്ടിട്ടില്ല. പക്ഷേ മറ്റേ ദരയൂഷുള്ള ഫൈറ്റിൽ 2 വട്ടം ഹെഡ് കിക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ ഇതുപോലെ നോക്കിയായിരുന്നു, പഴയ ഫൈറ്റ്സൊക്കെ എടുത്ത് നോക്കിയ വഴിക്ക് പഴയ ഫൈറ്റ്സിലൊക്കെ ചാൾസ് ഒലിവേര ഹെഡ് കിക്ക് ചെയ്യുന്ന വല്ലതും ഉണ്ടോ എന്ന് ഇങ്ങനെ ഞാൻ നോക്കിയായിരുന്നു. അന്നേരം അതിനകത്തിൽ ഞാൻ ആകെ കണ്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ദരയൂഷിന് 2 വട്ടം ഹെഡ് കിക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതിനും എഗെയിൻ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ആ ഒരു റേഞ്ചിൻ്റെ ആ ഒരു ടോട്ടൽ ഫിസിക്കാലിറ്റിയുടെ ആ ഒരു ഹൈറ്റിൻ്റെ ഒക്കെ ഒരു ഡിഫറൻസ് ഇവിടെ പ്രകടമാകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം ശരിക്കും ഒലിവേര വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു റേഞ്ച് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് വെപ്പൺസ് ഒലിവേരയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇലിയോട്ടോപ്പുര ശരിക്കും KO ചെയ്യാൻ ഒലിവേരയ്ക്ക് നല്ല ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹെഡ് കിക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം കൊണ്ടും. അതൊക്കെ തന്നെ ഇത് ശരിക്കും ഇലിയോട്ടോപ്പുരയ്ക്ക് നല്ലൊരു റിസ്കി ഫൈറ്റാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഗ്രൗണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരിക്കും ഇവരുടെ ഗ്രാപ്ലിംഗ് എക്സ്ചേഞ്ച് ചെയ്യുന്ന കണ്ടാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. കാര്യം ഇലിയോട്ടോപ്പുര മറ്റേ ബ്രൈസ് മിച്ചൽ ഫൈറ്റിൽ ചെറിയൊരു ഡൗട്ടുണ്ട്. അത് ശരിക്കും ബ്രൈസ് മിച്ചലിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് ഇലിയോട്ടോപ്പുര പ്രിപ്പയർഡ് ആയിരുന്നില്ലെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാമെന്നുള്ളതല്ലാതെ എനിക്കറിയത്തില്ല അന്ന്. പക്ഷേ അത് കഴിഞ്ഞ പിന്നെ ഇലിയോട്ടോപ്പുര അതുപോലൊന്നും വീഴുന്ന കണ്ടിട്ടില്ല. മീൻസ് അങ്ങനെ ഒരു അടിയിലോട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ബട്ട് എങ്കിലും ഇലിയോട്ടോപ്പുര ഇതുപോലെ തന്നെ പക്ഷേ ആ ഒരു ഫൈറ്റിൽ തന്നെ തൊട്ട് കുറേ ബ്രൈസ് മിച്ചലിനെ പിടിച്ച് സബ്മിറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും ഗ്രൗണ്ടിൽ പോകുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഒലിവേര കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടും കുറച്ചുകൂടെ സ്ട്രോങ്ങർ കൈ ആയിരിക്കാം എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അതിൻ്റെ ഗ്രൗണ്ടിലേക്ക് പോകുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല എങ്ങനെയായിരിക്കും എന്ന്. അതിന് പക്ഷേ ഇലിയോട്ടോപ്പുര ഈ പറയുന്ന മഹാശിവൻ്റെ കൂട്ട് തന്നെ ഗ്രൗണ്ടിൽ അത്യാവശ്യം നല്ലൊരു പിടിപാടുള്ളത് കൊണ്ട് തന്നെ അത്ര ഇഷ്യൂ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇലിയോട്ടോപ്പുരയ്ക്ക് ശരിക്കും ജയിക്കാൻ ഏറ്റവും പ്രോബബ്ലി ജയിക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചാൾസ് ഒലിവേര എങ്ങനെയെങ്കിലും വോബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ഫോളോ അപ്പ് ചെയ്യുന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തന്നെ ഇസ്ലാം മഹാശിവ് മാത്രമേ അങ്ങനെ ഫോളോ അപ്പ് ചെയ്തിട്ട് ആ ഗാർഡ് പാസ് ചെയ്തിട്ട് നേരെ പോയി സബ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. ഇലിയോട്ടോപ്പുരയ്ക്കും വേണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. പക്ഷേ അതോ ഈ പറഞ്ഞ ഒറ്റയിടിക്ക് കോൾഡായിട്ട് KO ആയിട്ട് വീഴ്ത്തോ എന്നുള്ള കാര്യത്തിലും നമുക്ക് ഡൗട്ടുണ്ട്. ഇതൊക്കെയാണ് ശരിക്കും പോസിബിലിറ്റീസ് എന്നൊക്കെ പറയാനാണെങ്കിൽ. എന്തായാലും ഇത് എക്സാക്ട്ലി ഒരു 50-50 ഫൈറ്റാണ്. കാര്യം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഒരുപക്ഷേ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഇലിയോട്ടോപ്പുര KO കണ്ടെത്താൻ പറ്റിയേക്കും. പക്ഷേ എങ്കിലും ഈ ഒരു ലൈറ്റ് വെയിറ്റ് പുതിയൊരു വെയിറ്റ് ഡിവിഷൻ ആയതുകൊണ്ടും പിന്നെ ഒപ്പണൻ്റ് ഒലിവേര ആയതുകൊണ്ടും ഇത്രയൊരു നോക്കൗട്ട് പവറും എല്ലാം കൊണ്ടും രണ്ടുപേരും കംപ്ലീറ്റ് ഫൈറ്റേഴ്സാണ്. ഓക്കെ, രണ്ടുപേരും നല്ല കംപ്ലീറ്റ് ഫൈറ്റേഴ്സാണ്. പിന്നെ ഈ പറയുന്ന ഒലിവേരയ്ക്ക് ചെറിയൊരു വീക്ക് ചിഹ്നമുണ്ട്, അത് അത്യാവശ്യം ഹിറ്റബിളുമാണ്. അങ്ങനെയൊക്കെ കുറേ പോസിബിലിറ്റീസാണ് ഉള്ളത്. അതിനും ഒരുപക്ഷെ ഇലിയോട്ടോപ്പുര ചാൾസ് ഒലിവേരയെ KO ചെയ്യും. പക്ഷേ അതുപോലെ തന്നെ തിരിച്ച് KO ചെയ്യാൻ ഒലിവേരയ്ക്കും ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഫൈറ്റിൻ്റെ കുറേ കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും. ശരിക്കും ഇത് ഇത്രയും ദിവസങ്ങളെടുക്കുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് ഞാനിവിടെ വീഡിയോ സ്ക്രിപ്റ്റ് ഒന്നും എഴുതാം, ചുമ്മാ ഇരുന്ന് സംസാരിക്കുക ചെയ്യുന്നത്. വെറുതെ മൈക്ക് ഉണക്ക് വെറുതെ ഇരുന്ന് സംസാരിക്കുക, അതാണ് ശരിക്കും ചെയ്യുന്നത്. അന്നേരം ഇതുപോലെ ആലോചിക്കുമ്പോഴത്തേക്ക് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഞാനിങ്ങനെ ഇത് എന്തൊക്കെയായത് ഇങ്ങനെ ഓരോന്നോരോ ചിന്തിച്ച് പോകുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ന്യൂമറസ് പോസിബിലിറ്റീസ് ഉണ്ട്. എസ്പെഷ്യലി ഇവർ രണ്ടുപേരും ഇത്രയും ഒരു കംപ്ലീറ്റ് ഫൈറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ. അന്നേരം ഇതൊക്കെയാണ് ശരിക്കും എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ. ഇതൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഈ ഒരു ഫൈറ്റ് എങ്ങനെയൊക്കെ പോകും, എന്തൊക്കെയാണ് പോസിബിലിറ്റീസ് നിങ്ങളും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പറ്റുമെങ്കിൽ എന്തായാലും ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.